ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പിണറായി വിജയൻ. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. എനിക്കിനി രണ്ട് അതിഥികളിലേക്ക് കൂടി ഒരു തവണ പോകാനുള്ള സമയമേ ഉള്ളൂ. ശ്രീ സുരേഷ് കുമാറിന് ഞാൻ അവസാനം കഴിയുമെങ്കിൽ കുറച്ച് സമയം തരാം, ഈ തർക്കിച്ച് നഷ്ടപ്പെട്ട സമയം. ശ്രീ ജോർജ് കൊടിവാർ. അത് നീതികേടാണ്. എന്നെ പറയാൻ അനുവദിക്കണം, പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. എന്റെ അവസരത്തിൽ കയറി ഇടപെട്ട് അലമ്പാക്കിയതിനു ശേഷം എനിക്കുള്ള അവസരം നിഷേധിക്കുന്നത് നീതികേടാണ്. ആങ്കർ അത് കൃത്യമായി പറയണം. ഞാൻ എന്റെ ചർച്ച ഞാൻ തുടരുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐ സമാഹരിച്ച പണത്തെ സംബന്ധിച്ചാണ് ഒരു പച്ചക്കള്ള ഇവിടെ പറഞ്ഞു. ഡിവൈഎഫ്ഐ പിരിച്ചെടുത്തതെന്ന്. ഡിവൈഎഫ്ഐ പിരിച്ചെടുത്തതല്ല. ഡിവൈഎഫ്ഐ ആക്രി കച്ചവടം നടത്തി, അതുപോലെ തന്നെ വിവിധ ചലഞ്ചുകൾ നടത്തി ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത 20 കോടി രൂപ അത് ഗവൺമെന്റിൽ അടച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് 44 കോടി രൂപ മുസ്ലിം ലീഗ് പിരിച്ചെടുത്തു. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഒരു കണക്ക് വെച്ചിരിക്കുകയാണ്. 28-ാം തീയതി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തോട് പറഞ്ഞു, ഞങ്ങൾ വീട് പണി ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. 4-ാം തീയതി KPCC പ്രസിഡന്റ് പറയുകയാണ്, അവിടെ വീട് പണി പോയിട്ട് ഒരു ചുക്കും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അവിടെ പണം ഇനിയും അങ്ങോട്ട് വാങ്ങിയതിൽ കൊടുക്കാനുണ്ട്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പണം കട്ടെടുത്ത ഒരു MLA ആണ് യൂത്ത് കോൺഗ്രസിന് അന്ന് നേതൃത്വം കൊടുത്തിരുന്നത്. അത് അത്രയും വൃത്തികെട്ട റോള് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഡിവൈഎഫ്ഐക്കെതിരെ ഇല്ലാ കഥ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ BJPക്ക് കൂട്ടുനിന്നയാളാണ്. പച്ചക്കള്ളം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവ് കേരളത്തിൽ വന്നു നിന്ന് പറയാൻ പാടുള്ള കാര്യമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിന്ന ആളാണെന്ന്? എന്താണ് യഥാർത്ഥ വസ്തുത? ഛത്തീസ്ഗഡിൽ ഈ മതസ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായ അജിത് ജോഗിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുനിന്നത് BJPക്ക് കൂട്ടുനിന്നത് RSS ആണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു, ഇവിടെ എല്ലാം പറയുന്നത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് രണ്ടുപേരിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശരി, ജോർജ് കൊടിവാർ, ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ പറയുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ യോജിപ്പില്ലാതെ അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ? നിങ്ങൾ പിരിച്ചത് മുഴുവൻ നിങ്ങൾ ശാപ്പടടിച്ചോ? അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടുണ്ടോ? കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് പെൺകുട്ടിയിൽ നിന്ന്? എന്താ നിങ്ങളുടെ തെളിവ്? ഏത് പെൺകുട്ടിയിൽ നിന്ന്? ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയതിന്റെ പണം അടിച്ചു മാറ്റിയത് ഡിവൈഎഫ്ഐക്കാരാ. 20 കോടി രൂപ 15 കോടി രൂപ 10 മാസക്കാലം അക്കൗണ്ടിലിട്ട് 1.25 കോടി രൂപ പലിശ വാങ്ങി പിടിക്കിയത് ഡിവൈഎഫ്ഐക്കാരാ. 2 വ്യാജ ചെക്ക് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പണം ഡിവൈഎഫ്ഐക്കാരാ. നിങ്ങൾ എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പിണറായി വിജയൻ. കാട്ടുകള്ളന്മാർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ജനങ്ങൾ പിണറായി റോളാണ് ശിവശങ്കരനും വെച്ചുകൊണ്ടൊരു ചർച്ച, അതൊക്കെയാണ് ഒരു വികസനത്തിന്റെ കാര്യത്തിൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ നടക്കേണ്ടത്. വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികളൊക്കെ ഇത്തവണത്തെ ഓരോരുത്തരും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോയാക്റ്റീവായ ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുണ്ടോ?